ഹായ് എവരി വൺ, വിസ്ഡം ഓഫ് മൈൻഡിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. ഇന്ന് നമ്മൾ നോക്കുന്നത്, ജീവിതത്തിൽ നിങ്ങൾ നിരാശ കൊണ്ടാണോ ജീവിക്കുന്നത്? ആർക്കോ വേണ്ടി ജീവിക്കുന്നു, എന്തിനോ വേണ്ടി ജീവിക്കുന്നു, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലാണ്, അങ്ങനെ ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. കൂടുതലും വീട്ടമ്മമാരാണ് കേട്ടോ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ വീട്ടമ്മമാരുടെയും ജീവിതം വ്യത്യസ്തങ്ങളാണല്ലേ. എല്ലാവരും ഒരു തരത്തിലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് പോകുന്നത് അല്ലേ. ചില കമൻറ്റ് സെക്ഷനൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഓരോ വീട്ടമ്മമാരും വന്നിട്ട് കമൻറ്റുകൾ അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും അവരനുഭവിക്കുന്ന എന്താ പറയുന്നത് ഒരു ട്രോമാസും അതൊക്കെ അവർ കമൻറ്റിൽ വന്ന് എഴുതിയിട്ട് പോകാറുണ്ട്. അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഓരോ വീട്ടമ്മമാരും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ഓരോ വീട്ടമ്മമാരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഭൂമിയിൽ വന്നത് ഒറ്റയ്ക്കല്ലേ, ഭൂമിയിൽ നിന്ന് പോകുന്നതും നമ്മൾ ഒറ്റയ്ക്കാണ്. ഈ ഒരു ചെറിയൊരു സമയത്ത് നമുക്ക് കുറച്ച് ജീവിക്കാൻ ഇച്ചിരി സമയം കിട്ടി. അത് ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്? ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി അത്രയും വലിയ കഷ്ടപ്പാട് തലയിൽ വെക്കുന്നത്? ഇതിനാണ് പറയുന്നത്, നമുക്ക് സെൽഫ് ലവ് വേണം. ആരുടെയും തലയ്ക്ക് കയറാനോ ആരെയും ദ്രോഹിക്കാനോ ഒന്നുമല്ല. സെൽഫ് ലവ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടേതായ ഒരു ലക്ഷ്യം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ലക്ഷ്യത്തിലെത്താനുള്ള പ്രാപ്തി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റൊരാളുടെ അടിമയായിട്ടോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടോ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു വീട്ടിലെ അന്യരെ പോലെ ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. എന്ത് ജീവിതമാണത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ, ഈ പ്രപഞ്ച പിതാവിൻ്റെ, ഈ യൂണിവേഴ്സിൻ്റെ ഒരു കുഞ്ഞാണ് നമ്മൾ. ഓരോ സ്ത്രീയും ഓരോ വീട്ടമ്മയും ഈ പ്രപഞ്ചത്തിൻ്റെ ഈ യൂണിവേഴ്സിൻ്റെ ഒരു കുഞ്ഞാണ്. ആ ഒരു പുരുഷനുള്ള അതേ ഒരു അധികാരം തന്നെയാണ് ഒരു സ്ത്രീക്കും ഈ യൂണിവേഴ്സിലുള്ളത്. മനസ്സിലായില്ലേ? പക്ഷെ അത് മനസ്സിലാക്കാതെ പോവുകയാണ്. ആർക്കും മേലും ആരല്ല, ആർക്കും താഴെയും ആരുമല്ല. എല്ലാവരും ഒരു യുണീക്കാണ്. ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ഒന്നാണ് അല്ലേ. അവിടെ ആണെന്നോ പെണ്ണെന്നോ ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. ചെറിയ ജീവിയെന്നോ വലിയ ജീവിയെന്നോ ഒന്നും അവിടെ ഇല്ല. ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ഒന്നാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു സ്ഥാനം നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ അടിമയായിട്ട് ജീവിക്കാനായിട്ട് പിറന്നവരല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ പുരുഷനേക്കാളും മേലെ അധികാരം ഒന്നും എടുക്കാനല്ല പറയുന്നത്. നമ്മൾക്ക് നമ്മളോടൊരു സ്നേഹം വേണം. ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കൂ. ആ ഒരു സത്യം മനസ്സിലാക്കണം. നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ സ്നേഹിക്കാൻ? പുറത്തുനിന്ന് ആരെങ്കിലും വരുമോ? ഇല്ല. നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമുക്ക് റെസ്പെക്റ്റും നമുക്ക് സ്നേഹവും കൊടുത്തിരിക്കണം. ഇതുവരെ അങ്ങനെ നമ്മളെ സ്നേഹിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് മുതൽ, ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം മുതൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ തുടങ്ങും. എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്? കണ്ണാടി മുമ്പിൽ പോയി നിൽക്കൂ, എന്നിട്ട് പറയൂ, ഞാൻ സുന്ദരിയാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ പവർഫുള്ളാണ്. ഐ എം പവർഫുൾ, ഐ ആം കോൺഫിഡൻറ്റ്, ഐ എം ഹാപ്പി ഓൾവേസ്, ഐ എം പീസ്ഫുൾ ഓൾവേസ്. അങ്ങനെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിങ്ങൾ പറയുക, ഐ എം ബ്യൂട്ടിഫുൾ അല്ലേ. നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളാണ്, ഞാൻ എത്ര സുന്ദരിയായിരിക്കുന്നത് പറഞ്ഞൂടെ. ഞാൻ എപ്പോഴും എൻ്റെ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. എനിക്ക് ഈ മനോഹരമായ ശരീരം തന്നതിന് എൻ്റെ പ്രപഞ്ച ശക്തിക്ക് നന്ദി. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണുള്ളതെന്ന്. ഈ പഴി പറഞ്ഞ് സ്വയം എന്താ പറയുന്നത് കുറ്റം പറഞ്ഞ് പരാതി പറഞ്ഞിരിക്കുന്ന വീട്ടമ്മമാരോടാണ് ഞാനീ പറയുന്നത്. എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ചുറ്റുപാട്
ചുറ്റിലും നമുക്കൊരു വീടുണ്ട്, നമുക്കൊരു ഹസ്ബൻഡുണ്ട്, കുട്ടികളുണ്ട്, നമുക്ക് കഴിക്കാൻ ആഹാരമുണ്ട്, നമുക്ക് ഉടുക്കാൻ വസ്ത്രങ്ങളുണ്ട്, നമുക്ക് കുടിക്കാൻ വെള്ളമുണ്ട്, നമുക്ക് നല്ല റിലേറ്റീവ്സ് ഉണ്ട്, നല്ല അയൽക്കാരുണ്ട്, നമുക്ക് പോകാൻ വാഹനമുണ്ട്. അങ്ങനെ ചുറ്റുപാട് നമ്മളിങ്ങനെ നോക്കിയാൽ നമ്മൾക്ക് നല്ല ശരീരമുണ്ട്, ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട് അല്ലേ? എല്ലാ അവയവങ്ങളും പെർഫെക്റ്റായിരിക്കുന്നു. അപ്പം നമുക്ക് എന്താണ് കുറവ്? നമ്മൾ ആരുടെങ്കിലും അടിമയാണോ? അല്ല. പക്ഷെ നമ്മൾ സ്നേഹം കൊണ്ട് മനുഷ്യരെ കീഴടക്കണം. സ്നേഹിക്കാൻ അങ്ങോട്ട് ചെന്നാൽ മതി, ഇപ്പോൾ കണ്ടോണം എന്നൊക്കെ പറയും. കാരണം വെച്ചാൽ എല്ലാവരും അങ്ങനെ പല പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ സ്നേഹിക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ തട്ടി മാറ്റും, അത് നമ്മൾ അംഗീകരിക്കത്തില്ല. പിന്നെ രണ്ടാമതും ചെല്ലും, നമ്മൾ അവിടെ തോക്കുന്നില്ല, നമ്മൾ രണ്ടാമതും ചെല്ലുന്നു, മൂന്നാമതും ചെല്ലുന്നു. എപ്പോഴാണോ നമ്മുടെ ഈ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റുന്നത്, ആ സമയം വരെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കൂ. തളരരുത് രാമൻകുട്ടി എന്ന് പറയുന്നതാണ്. നമ്മൾ അവിടെ നിന്ന് തളരരുത്. നമ്മളെ അവോയ്ഡ് ചെയ്തോട്ടെ, പക്ഷെ നമ്മളൊരു സെൽഫ് റെസ്പെക്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു സെൽഫ് ലവിലൂടെയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മളെ സ്നേഹിച്ച് പറ്റൂ. അതാണ് പ്രകൃതി നിയമം. നമുക്കൊരു സെൽഫ് ലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ സ്നേഹിക്കും. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അവർ സ്നേഹിച്ച് പറ്റും. അവർക്ക് സ്നേഹം തോന്നും. സ്നേഹം തോന്നാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ തന്നെ സ്നേഹിക്കുക. എന്നിട്ട് മറ്റുള്ളവരെയും നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ പരാതി പറച്ചിൽ, കുറ്റം പറച്ചിൽ ഒന്നിലോട്ടും ശ്രദ്ധ കൊടുക്കാതെ നമ്മൾക്കുള്ള ഗുണങ്ങളിലേക്ക് നന്ദി പറയാം. നമ്മൾക്കുള്ള ഗുണങ്ങളിലേക്ക് നോക്കുക. ഗുണങ്ങൾക്ക് നന്ദി പറയാം. ഈശ്വരന് ഇത്രയും ഗുണങ്ങൾ എനിക്കുണ്ടല്ലോ ഭഗവാനെ, ഇത്രയും ഗുണങ്ങൾ നീ എനിക്ക് തന്നിട്ടുള്ളൂ, ഇത്രയും സൗഭാഗ്യങ്ങൾ നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഭർത്താവിനൊരു ജോലിയില്ലേ? നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നില്ലേ? ധാരാളം പൈസ, നമ്മുടെ ആവശ്യത്തിനുള്ള പൈസ നമുക്ക് കിട്ടുന്നില്ലേ? ഓരോ പൈസയ്ക്കും നന്ദി പറയുക. ഓരോ ആവശ്യങ്ങൾ നടത്തി തരുന്ന ഭഗവാന് നന്ദി പറയുക. ഈശ്വരവിശ്വാസത്തോടു കൂടി ജീവിക്കാം. നമ്മൾ എന്താണോ നമ്മൾ നിരന്തരം പറയുന്നത് അത് നമ്മൾ ആയിത്തീരുന്നത്. അതുകൊണ്ട് ഈ പരാതി പറച്ചിൽ നിർത്തുക. നിരന്തരം പറയുന്നത് നമ്മൾ ആയിത്തീരുമെങ്കിൽ നമ്മൾ നിരന്തരം നല്ല കാര്യങ്ങൾ പറയുക. എൻ്റെ ജീവിതം നന്നായിട്ട് പോകുന്നു, കണ്ണട മുമ്പിൽ നിന്ന് ഞാൻ വളരെ സൗഭാഗ്യവതിയാണ്, ഞാൻ വളരെ സന്തോഷമായി ജീവിക്കുന്നു, ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും കൂടി വളരെ സന്തോഷവും സമാധാനത്തോടും കൂടി ജീവിക്കുന്നു. ഇതൊക്കെ നമുക്ക് പറയാമല്ലോ. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ജീവിതത്തെ സന്തോഷകരമാക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിലെ ട്രോമാസ് മാറ്റണം, നിങ്ങൾക്കുള്ളിലുള്ള പല പല പ്രശ്നങ്ങൾ മാറ്റണം, ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ലൈഫ് കോച്ചിങ് സെക്ഷനിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. ഒരു 11 days പ്രാക്ടീസ് ഏപ്രിൽ 2 ആരംഭിക്കുന്നു. നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതേപോലെ പേഴ്സണൽ സെക്ഷൻ അവൈലബിൾ ആണ്. ഏതിന് വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആവശ്യമുള്ളവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.